എം ശ്രീയിൽ തുടരുമെന്നാണ് BD സർക്കാർ അറിയിച്ചിരിക്കുന്നത്. കാന്തപുരം സമസ്ത വിഭാഗമൊക്കെ എങ്ങനെയാണ് ഇതിനെ ഏറ്റെടുക്കുക? അവരൊരു വലിയ പ്രതിഷേധത്തിലൊക്കെ പോവുകയാണെങ്കിൽ ആർക്കാണ് അത് രാഷ്ട്രീയപരമായി പ്രയോജനം ചെയ്യുക? ഒന്നാമത്തെ കാര്യം, ഇത് PMശ്രീയിൽ തുടരും എന്നുള്ളത് ഒരു അത്ഭുതമില്ലാത്ത കാര്യമാണ്. കാരണം ഞാൻ നേരത്തെ തന്നെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, PMശ്രീ ആരധികാരത്തിൽ വന്നാലും അത് തുടരേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ VD സതീശൻ പറഞ്ഞത് അത് അറബിക്കടലിലെറിയും എന്നുള്ള നിലക്കാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പം സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല പറഞ്ഞത്, പകരം ഇത് CPIയോട് ചോദിക്കാതെ ഒപ്പിട്ടതിനെ മാത്രമാണ് ഞങ്ങൾ എതിർത്തത് എന്നുള്ളതാണ്. ഗൗതം അറിയേണ്ട അടിസ്ഥാനപരമായ കാര്യം, മറ്റ് കോൺഗ്രസ് ഗവൺമെൻറ്റുകളൊക്കെ ഇത് ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒപ്പിടാതിരിക്കുന്നൊന്നുമില്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതും തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PMശ്രീയുടെ പേരിൽ പണമൊന്നും മേടിച്ചിട്ടില്ല. കൂടാതെ കഴിഞ്ഞ സ്റ്റേറ്റ് ഗവൺമെൻറ് ഞങ്ങൾ ഈ പദ്ധതിയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് കത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അദ്ദേഹം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത്, എന്തിനാണ് സമസ്തയെ പോലും, സമസ്ത കഴിഞ്ഞ ദിവസം സമസ്തയൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ സമസ്തയൊക്കെ ബോധിപ്പിക്കേണ്ട കാര്യം ഈ ഗവൺമെന്റിനുണ്ട്. കാരണം സമസ്ത എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന പാണക്കാട് തങ്ങൾമാരൊക്കെ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണ്. സമസ്ത മാത്രമല്ല, നിരവധി ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് PMശ്രീ, അത് യാഥാർത്ഥ്യവുമാണ്. കാരണം PMശ്രീ പദ്ധതിയിൽ 97% യോജിക്കുമ്പോഴും 3% യോജിക്കാൻ പറ്റാത്തൊരു കാര്യം, കരിക്കുലത്തിലേക്ക് അല്ലെങ്കിൽ സിലബസിലേക്കുള്ള ഒരു സാഫ്രണൈസേഷൻ നടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ആ സാഫ്രണൈസേഷൻ നടക്കുന്നതിനെ കുറിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആരാണെങ്കിലും ശരി, ഇത് നടപ്പിലാക്കേണ്ടി വരും എന്നുള്ള കാര്യം ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഈ PMശ്രീ പദ്ധതി അനുകൂലിക്കുന്ന ഒരാളാണ്. അത് കഴിഞ്ഞ തവണ ഒപ്പിട്ടപ്പോഴും നമ്മൾ തമ്മിൽ ഇതുപോലെ ഡിസ്കസ് ചെയ്തതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത്, കാരണം ഒരുപാട് നല്ല വശങ്ങളുണ്ട്. പിന്നെ മൂന്നാമത് ഇന്ന് VD സതീശൻ പറഞ്ഞേക്കണ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ സിലബസ് ഞങ്ങൾ തീരുമാനിക്കും, അതുപോലെ തിരഞ്ഞെടുക്കേണ്ട സ്കൂളുകളൊക്കെ തീരുമാനിക്കും. അതിനുള്ള സ്വാതന്ത്ര്യമൊന്നും കിട്ടുമോ എന്നുള്ളത് നമുക്കറിയില്ല. കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ സമസ്ത എന്ന് പറയുന്ന ഒരു സംഘടനക്ക് അവരുടെ നിലപാട് പറയാനുള്ള എല്ലാ അവകാശവുമുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഈ സമസ്തക്കൊക്കെ കീഴടങ്ങിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് VD സതീശൻ പോകുന്നതെന്ന് പറയുന്ന ആരോപണം ഈ അടുത്ത 5 കൊല്ലവും നിരന്തരമായി ഉയർത്തപ്പെടും. അതിന്റെ രാഷ്ട്രീയ ഗുണം ലഭിക്കാൻ പോകുന്നത് BJPക്കാണ്, ഒരു സംശയമില്ല. സമസ്ത ഈ പേരാമ്പ്ര MLA ആയിട്ടുള്ള ഫാത്തിമ തെഹലിയെ വിളക്ക് കത്തിച്ചപ്പോ എന്ത് നിലപാടെടുത്തത് നമുക്കറിയാം. അല്ല, സമസ്ത പലപ്പോഴും ഇപ്പൊ സ്കൂൾ സമയമാറ്റത്തിന് അവരനുകൂലമല്ല, ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിന് അവരനുകൂലമല്ല, അതുപോലെ തന്നെ സൂംബ നടത്തുന്നതിന് അവരനുകൂലമല്ല. അങ്ങനെയുള്ള പല അവരുടെ തോന്നിവാസങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ അവർ പറയുന്നുണ്ട്. അതൊന്നും കേൾക്കേണ്ട ആവശ്യം സ്റ്റേറ്റ് ഗവൺമെന്റിനൊന്നുമില്ല. അതുകൊണ്ട് അതിൽ മുഴുവൻ ഞാൻ പറഞ്ഞ ഇപ്പൊ PMശ്രീയുടെ കാര്യത്തിൽ അവർ പറയുന്നതിൽ ന്യായമുണ്ട്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും അവർ പറയുന്നതിൽ ന്യായമില്ല. അതുകൊണ്ട് അതൊന്നും കേട്ടുകൊണ്ടോ, ഞാൻ പറഞ്ഞത് സമസ്ത മാത്രമല്ല, ഏതെങ്കിലും മതസംഘടനകളോ സമുദായ സംഘടനകളോ ഒന്നും പറയുന്നത് കേട്ട് ഭരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഗൗതം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുകൊണ്ട് ഇപ്പൊ നാഷണൽ ലെവൽ ന്യൂസ് എന്താണെന്നറിയാമോ? നാഷണൽ ലെവൽ ന്യൂസ് എന്ന് പറയുന്നത് ഇപ്പൊ 3 വൈസ് ചാൻസലർമാരെ മാപ്പ് പറയാൻ VD സതീശൻ പറഞ്ഞതുപോലും ഗൗതം അറിയേണ്ടത് റിപ്പബ്ലിക്കിന്റെ അർണാബ് ഗോസ്വാമിയുടെ ഒക്കെ വലിയ ന്യൂസാണ്. ആ ന്യൂസിൽ അദ്ദേഹം പറയുന്ന RSS പരിപാടിയിൽ നിങ്ങൾ പങ്കെടുത്തില്ല എന്നാ ചോദിച്ചു. ആ നിരോധിക്കപ്പെട്ട സംഘടനയാണോ ഇതാണോ? അപ്പൊ ഇത്തരത്തിലുള്ള 2006 അതിൽ പോലും സമസ്തയും മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് നാഷണൽ മീഡിയകൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അരുണബ് ചോദിച്ചത് 2006 VD സതീശൻ RSS പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ എന്നാണ്. ആ RSS പരിപാടിയിൽ VD സതീശൻ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ നിരവധി ഉദാഹരണങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏറ്റവും ഞാൻ പറഞ്ഞത്, അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള മാനം എന്ന് പറയുന്നത്, മുസ്ലിം ലീഗിന്റെ നിർബന്ധത്തിന് വഴങ്ങി ത്രട്ടൺ ചെയ്തിട്ടാണ് VD സതീശൻ ഈ ചോദ്യം ഫേസ്ബുക്കിൽ ഇട്ടെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ വീണ്ടും ആവർത്തിക്കാൻ BJP യഥാർത്ഥത്തിൽ ഇതിലൊരു തർക്കം ഉണ്ടാകണം. PMശ്രീയുടെ കാര്യത്തിൽ എതിർപ്പുമായിട്ട് സമസ്തയും അതുപോലെ പല ആളുകളും രംഗത്ത് വരണം എന്ന് തന്നെയല്ലേ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും രംഗത്ത് വരണമെന്നാണല്ലോ വലിയ തോതിൽ അവർ ആഗ്രഹിക്കുന്നുണ്ടാവുക. അവർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് അവർ കേക്ക് വഴിച്ച് മുറിക്കുന്നുണ്ടാവുക. പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത്തവണ 3 സീറ്റിൽ BJP ജയിച്ചു, പക്ഷെ BJPക്ക് വലിയൊരു പരാജയം സംഭവിച്ചു, അത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാണെന്നാണ്. നേരെ തിരിച്ചാണ്. കോൺഗ്രസും മുസ്ലിം ലീഗും അടങ്ങുന്ന ഒരു സഖ്യമുന്നണി അധികാരത്തിലേക്ക് വന്നതിൽ അവർ അങ്ങേയറ്റം സന്തോഷിക്കുകയും അടുത്ത 5 കൊല്ലത്തേക്ക് കേരളത്തിൽ ഏറ്റവും കൃത്യമായി ഈ മുന്നണികൾക്ക് 2 പേർക്കും എതിരെ നിലപാടെടുക്കാൻ പറ്റുന്ന സാഹചര്യവും BJPക്ക് ഒരുങ്ങാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 5 കൊല്ലവും യഥാർത്ഥത്തിൽ BJPക്ക് വലിയ വളർച്ച ഉണ്ടാക്കാൻ പോകുന്ന, സാധ്യതകൾ ഒരുക്കാൻ പോകുന്ന ഒരു ഭരണമായിരിക്കും ഇത് എന്ന് ഞാൻ അന്നും പറഞ്ഞതിൽ ഇന്നും പറഞ്ഞതിൽ ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് ഇതിന്റെ പ്രശ്നം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ
ഇതിലിപ്പോ സമസ്ത കയറിയ അഭിപ്രായം പറഞ്ഞു എന്നുള്ളതുകൊണ്ട് സമസ്ത മറ്റു പല കാര്യങ്ങളും പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഈ സമസ്തയുടെ നിർബന്ധത്തിനും അതുപോലെ മുസ്ലിം ലീഗിന്റെ നിർബന്ധത്തിനും സമസ്ത എന്നുള്ളത് ആളുകൾ വിടും. കാരണം വെച്ചാൽ അത് പേരെ കേട്ടാലൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇന്ത്യയിലെ സാധാരണക്കാർക്ക്. പക്ഷെ മുസ്ലിം ലീഗിന് സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഈ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പിൻവലിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അവർ കൊടുക്കുന്ന പ്രചരണം. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി മതേതര വിശ്വാസികൾക്ക് വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് പറഞ്ഞത് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം. റഹ്മത്തുള്ള സഖാഫി എളമരം അത് തന്നെ SYSന്റെ നേതാവാണ്. അല്ല, അതൊക്കെ പറഞ്ഞതിലൊക്കെ വാസ്തവമുണ്ട്. പറഞ്ഞതില് ഇപ്പൊ ഈ പറഞ്ഞതിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു 2% അല്ലെങ്കിൽ 3% ഈ നമ്മുടെ സിലബസ് തീരുമാനിക്കപ്പെടുന്നതിൽ ഇവരുടെ കൈകടത്തലുകൾ ഉണ്ടാകുമോ എന്ന് പറയുന്ന ഭയം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതുപോലും ഞാൻ പറയുന്നത് നമുക്ക് മറികടക്കാൻ പറ്റും. കാരണം കുട്ടികൾ സിലബസിൽ നിന്ന് മാത്രമാണ് പഠിക്കുന്നത്, പുറമേ നിന്നുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നിന്നോ ബാക്കിയുള്ള നിന്നൊന്നും പഠിക്കുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ ഇത് ആരാണെങ്കിലും ശരി, ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി, ആ പദ്ധതി നടപ്പിലാക്കേണ്ടി വരും. കാരണം സർവശിക്ഷ അഭിയാന്റെ അടക്കം നിരവധി ഫണ്ടുകൾ അടക്കം അവർക്ക് പിടിച്ചു വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെയാണ് നമുക്ക് ഒരു കാര്യം വ്യക്തമാകുന്നത്, എന്തിനാണ് ഇരുട്ട് വഴി ആരോടും പറയാതെ ഇതിന് ഒപ്പിട്ടു എന്നുള്ളതാണല്ലോ വലിയ പിണറായി സർക്കാർ ആ കാലത്ത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാരോടും പറഞ്ഞിട്ട് ഒപ്പിടാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമ്മതിക്കില്ല, വലിയ വിവാദം ഉണ്ടാവും. അത് ആരെങ്കിലും സമസ്ത വരും, ലീഗ് വരും, പലരും പ്രശ്നമായിട്ട്. അല്ല, അത് കറക്റ്റാണ് പറഞ്ഞത്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവൻകുട്ടി വ്യക്തിപരമായി ചിലരോടും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇത് കാരണം എന്ന് വെച്ചാൽ 2000 കോടി രൂപയോളം കിട്ടാനുള്ള പദ്ധതിയാണ്. അപ്പൊ ശിവൻകുട്ടി പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തൽക്കാലത്തേക്ക് ഒന്ന് ഒപ്പിട്ടിട്ട് ഈ സാധനമൊക്കെ കിട്ടിട്ട് എന്നിട്ട് ഇവിടെ നടപ്പിലാക്കാതെ ഇരുന്നാൽ മതിയല്ലോ. കാരണം പിന്നെ സംസ്ഥാന സർക്കാർ സഹകരിച്ചില്ലെങ്കിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ നടപ്പിലാക്കാതിരിക്കാം എന്നുള്ളത് വിചാരിച്ചിട്ടാണ് ഗവൺമെന്റ് പോയി എന്ത് ചെയ്തേക്കണത്, ഒപ്പിട്ടേക്കണത്. പിന്നെ ഗൗതമൊന്നും മനസ്സിലാക്കണം, കേരളത്തിൽ ഇപ്പൊ സർവശിക്ഷ അഭിയാനടക്കം നിരവധി സ്കൂളിൽ നമ്മുടെ കുട്ടികൾക്ക് കിട്ടേണ്ട 2000 കോടി രൂപയുടെ ഫണ്ടാണ് കേന്ദ്രം ഏതാണ്ട് ഇതുവഴി തടഞ്ഞു വെക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അത് നടപ്പിലാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ പ്രശ്നം ഈ ഏത് പദ്ധതിയെയും നമ്മുടെ കേരളത്തിൽ ഇതുപോലെ രാഷ്ട്രീയമായി ഉപയോഗിക്കും. ഇനി ഏറ്റവും വലിയൊരു കാര്യം കൂടി ഗൗതത്തിനോട് പറയാം. 140 MLA കേരള നിയമസഭയിലുണ്ടല്ലോ. ഗൗതം വിചാരിക്കുന്നത് എത്ര പേര് ഈ PM ശ്രീ പദ്ധതി എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ടാവും? ആരും പഠിച്ചിട്ടുണ്ടാവും. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല, മാധ്യമ പ്രവർത്തകർക്ക് പോലും അറിയില്ല. ഇതൊന്നും ഒരാളും എന്ത് ചെയ്യുന്നില്ല. ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസം ഞാനങ്ങനെ നിലപാട് പറഞ്ഞതിന് ശേഷം, ഞാൻ പറഞ്ഞല്ലോ ഗൗതത്തോട് ഇത് നടപ്പാക്കേണ്ട പദ്ധതിയാണ്, നല്ല പദ്ധതിയാണ് എന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഒരാള് മറ്റേ വീഡിയോയിൽ ഇരുന്ന് പറയണ്ടായിരുന്നു, മറ്റേ പ്രൊഫസറായിട്ടുള്ള പുള്ളി, അധ്യാപകനായിരുന്ന പുള്ളി, അദ്ദേഹം വീഡിയോയിൽ ഇരുന്ന് പറയണ്ടായിരുന്നു ഇത് യഥാർത്ഥത്തിൽ എത്ര നല്ല പദ്ധതിയാണ്. ഞാൻ വായിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പദ്ധതിയെ കുറിച്ചൊന്നും കൃത്യമായ ധാരണകൾ ഇല്ലാതെയാണ് ഇത്. ചുരുക്കത്തിൽ എന്താണ് ആ പദ്ധതി? ഇന്ത്യയുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ സമഗ്രമായി പരിഷ്കരിക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണത്. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഗൗതത്തിനോട്, 3 year 4 year എന്നുള്ളതടക്കം നമ്മുടെ 10+2+3 എന്നുള്ളതടക്കമുള്ള നിരവധി കാര്യങ്ങളെ സമഗ്രമായി പരിഷ്കരിക്കാൻ പോകുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു പദ്ധതിയാണത്. ആ പദ്ധതിയുടെ ഭാഗമായി ആകെ ഇവർക്ക് പറയാവുന്ന നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇവർ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗൗതം അറിയുന്നത് ഇപ്പൊ കഴിഞ്ഞ തവണ അജിംസിന്റെ ഒക്കെ ഒരു മീഡിയ വണ്ണിലെ ചർച്ചയിൽ പുള്ളി പറഞ്ഞിരുന്നു, അതായത് ഗുജറാത്തിലൊക്കെ കലാപം ഉണ്ടായത് പോലും ഇത്തരത്തിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കി അതുവഴി ജനങ്ങളിലേക്ക്, ആളുകളിലേക്ക് ഒരു സഫറൈസേഷൻ, ഈ പറയുന്ന പോലെ കാവ്യവൽക്കരണം ഉണ്ടായിട്ടാണ്. അത് പൂർണ്ണമായിട്ടും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ പല കാവ്യവൽക്കരണവും അവരുടേതായിട്ടുള്ള അജണ്ടകളും ഒക്കെ ചിലപ്പോൾ അതിനകത്ത് കുത്തിത്തിരുകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ നമുക്ക് ചെറുക്കാൻ കഴിഞ്ഞാൽ, അതങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഗംഭീരമായി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയാണ്. പക്ഷെ ഇവിടെ ഞാനൊരു കാര്യം കൂടി തുറന്നു പറയാം. ഇന്ന് സതീശൻ പറഞ്ഞേക്കണം തെറ്റാണ്. അതെല്ലാം സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശവും അതുപോലെ തന്നെ ഇത് സിലബസ് ഞങ്ങൾ തന്നെ തീരുമാനിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നടപ്പിലാക്കുമെന്ന് പറയുന്നതും തെറ്റാണ്. ഗവൺമെന്റുകൾക്ക് പറഞ്ഞത് അല്ല, ഗവൺമെന്റ് LDF തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. LDF അത് തന്നെ പറഞ്ഞു. LDF അതുപോലെയല്ലേ പറഞ്ഞു, ഇത് ഞങ്ങൾ ആദ്യം തന്നെ ഒപ്പിട്ടി കാശിങ്ങ മേടിക്കട്ടെ, കിട്ടാനുള്ള പെൻഡിങ് വെച്ച കാശ് മേടിക്കട്ടെ. MP ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണല്ലോ LDF പറഞ്ഞതെന്നാണ്. അതായത് കരിക്കുലത്തിലും ഏത് സ്കൂളിൽ ഇത് പദ്ധതി നടപ്പിലാക്കും, ഇതൊക്കെ സർക്കാരിന്, സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാനുള്ളൊരു. അല്ല, സത്യത്തിൽ കെ മുരളീധരൻ പറഞ്ഞാണ് ഏറ്റവും നല്ലത്. അതങ്ങാട് സതീശനും കൂടി പറഞ്ഞാൽ കറക്റ്റായി. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എല്ലാ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ കസേരക്ക് ബാധകമല്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങളൊരു പുതിയ ഞങ്ങളാണ്, പഴയതൊന്നും ഞങ്ങൾ ഓർമ്മിപ്പിക്കലേ പൊന്നെ എന്നാണ് ആ പറഞ്ഞത്. അത് പ്രതിപക്ഷത്തിനും ബാധകം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവര് ഒറ്റ കാര്യം കൂടി സംഭവിച്ചാൽ മതി, ഞങ്ങൾ തരാതരം നിലപാടെടുക്കായിരുന്നു, പ്രതിപക്ഷത്തിരുന്നപ്പോ വെറുതെ പറയായിരുന്നു, ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു. അല്ലാതെ ഇതിനകത്ത് വലിയ കഥയൊന്നുമില്ല.
ഗൗതം അറിയേണ്ടത് ഇത് ഞാൻ നേരത്തെ തന്നെ ശരി, ഈ PM ശ്രീ പദ്ധതി വളരെ വൃത്തിക്ക് ഈ സംസ്ഥാനത്തിൽ നടപ്പിലാക്കണം. എല്ലാ ആശങ്കകളും മറ്റെല്ലാം പരിഹരിച്ചുകൊണ്ട് അതെങ്ങനെ നടപ്പാക്കാൻ പറ്റും? ഒന്ന് ഞാൻ പറയുന്നത് ഈ PM ശ്രീ പദ്ധതി എന്തായാലും നടപ്പിലാക്കും, ഒരു സംശയമില്ല. അതിലുള്ള ആകെയുള്ള ആശങ്ക എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ ഗൗതം, അത് സിലബസ് ആര് തീരുമാനിക്കും എന്നുള്ളതാണ്. സിലബസും പാഠപുസ്തകങ്ങളിലെ അച്ചടിയും ഒക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെയാണ് തീരുമാനിക്കുന്നത്. പക്ഷേ അതിന്റെ ഈ പറയുന്ന ഒരു അക്കാഡമിക് ഫ്രെയിം വർക്ക് എന്ന് പറയും, ആ ഫ്രെയിം വർക്കിൽ കേന്ദ്രമാണ് അത് തീരുമാനിക്കുമെന്നാണ് അതിനകത്ത് പറഞ്ഞേക്കണേ. അത് അസന്നിഗ്ധമായ അവരങ്ങനെ പറഞ്ഞേക്കണേ. ഈ അക്കാഡമിക് ഫ്രെയിം വർക്കിന് ഒരു കുഴപ്പമുണ്ട്. ആ അക്കാഡമിക് ഫ്രെയിം വർക്കൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോ 9th സിലബസിന്റെ ഒരു അക്കാഡമിക് ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അത് നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യും എന്നുള്ളത് വിചാരിച്ചാൽ മതി. ഇനി അതല്ലെങ്കിൽ വേറൊരു കാര്യം, അതിനപ്പുറത്ത് നിൽക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും അഡീഷണലി പഠിപ്പിക്കണമെങ്കിൽ ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരുപക്ഷെ പഠിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. കാരണം അങ്ങനെ അഡീഷണലി വേറെ ബുക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ആണ്. ഇനി ഇതും അല്ലെങ്കിൽ പോട്ടെ, എന്തെങ്കിലും ഒരു അസംബന്ധം ഇതിനകത്ത് ഉണ്ട് എന്ന് വിചാരിക്കുക, കേരളത്തിലെ ടീച്ചേഴ്സ് അത് പഠിപ്പിക്കുമോ? ഗോതം അറിയേണ്ടത് ഇപ്പൊ ആ ചാപ്റ്ററിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക, അത് തെറ്റായിട്ടുള്ളതാണ്. ഇപ്പൊ ഇന്ത്യയിൽ ആദ്യം തന്നെ വിമാനം കണ്ടുപിടിച്ച നമ്മളാണ്, പുഷ്പവും ആരോടെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും അധ്യാപനം അത് പഠിപ്പിക്കുമോ? പഠിപ്പിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ അത് അത്രത്തോളം ഒന്നും ഭയക്കേണ്ടതില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3% വരുന്ന ചില ആശങ്കകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഇവിടെ പ്രധാനപ്പെട്ട വിഷയം ഒറ്റ കാര്യമുള്ളൂ, ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനാണ് എല്ലാവരും ശ്രമിച്ചിട്ടുള്ളത്. അത്രേ ഉള്ളു കാര്യം. ഇപ്പൊ സമസ്ത തന്നെ ഈ മുഷാവറ അംഗങ്ങൾ ആരെങ്കിലും ഇത് വായിച്ചു നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. കാര്യമായിട്ട് പറഞ്ഞത് സമസ്ത പറയുന്നതനുസരിച്ചാണെങ്കിൽ നമ്മൾ സ്ത്രീകളെയും മറ്റേ ആൺകുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ മറകെട്ടി ഇരുത്തേണ്ടി വരും. അല്ല, സമസ്തയുടെ ഒരു ന്യായം അനുസരിച്ച് വിളക്ക് കത്തിക്കുന്നതും മതേതരത്വത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അതെ, വിളക്ക് കത്തിക്കുന്നത് മതേതരത്വത്തെ തകർക്കുന്ന ഒരു പരിപാടി, പ്രത്യേകിച്ച് നിലവിളക്ക്. അതെ, അതുകൂടി നിങ്ങൾ അറിയിക്കണം. നിലവിളക്ക് ഒരിക്കലും കത്തിക്കരുത്, വേണമെങ്കിൽ തീപ്പെട്ടിയെ കത്തിക്കാന്ന് പറഞ്ഞു. ലൈറ്ററായി കത്തിച്ച് നമുക്ക് സിഗരറ്റ് വലിക്കാം. പക്ഷെ ഇതൊരു കാരണം വെച്ചിട്ട് എന്തൊക്കെ അസംബന്ധമാണ് ഈ നാട്ടിൽ. ഈ മതം തിന്ന് മതം ഭക്ഷിച്ച് ജീവിക്കുകയാണ്. പിന്നെ ഗൗതം വിചാരിക്കുന്ന ഇവര് മണ്ടന്മാരായതുകൊണ്ടല്ലേ ഇതൊക്കെ പറയണേ. ശരിക്കും പല ആളുകളും നമ്മളോട് ചോദിക്കില്ലേ എന്തൊക്കെ പൊട്ടത്തരം ഇവർ പറഞ്ഞു. അതല്ല ഇതിന്റെ കാര്യം, ഇതൊരു വ്യവസായമാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ബിസിനസ്സാണ്. ഇപ്പൊ ഗൗതം നാളെ ക്രൈം ഓൺലൈനിൽ വീഡിയോ എടുക്കുമ്പോൾ ക്രൈം ഓൺലൈൻ നടത്തുന്ന ഗൗതമാണെങ്കിൽ ഗൗതം അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇവരെ സംബന്ധിച്ച് മതം എന്ന് പറയുന്നത് എന്താണ്? ഈ മുസ്ലിം സമുദായത്തെ പേടിച്ചുകൊണ്ട് പല നിലപാടുകളും അല്ലെങ്കിൽ പല തീരുമാനങ്ങളും എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലൂടെ പല സർക്കാരുകളും കടന്നു പോകുന്നുണ്ടോ? ഞാൻ ഗൗതത്തോട് തിരിച്ചു പറയും, ഞാൻ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് LDF ആരോടും ചോദിക്കാതെ മുന്നണിയിൽ ചർച്ച ചെയ്യാതെ പോയി ഒപ്പിട്ടത്? എന്താ? അല്ല, ഇത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നടപ്പാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. സത്യത്തില് ഇപ്പൊ ആരാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി? വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി? വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീനാണ്. അല്ലാതെ അപ്പുറത്തുള്ള ആരുമല്ല, CPM-ന്റെ ആരുമല്ല. ഈ N ഷംസുദ്ദീൻ ആരാണ്? അവിടെ നിന്ന് മണ്ണാർക്കാട് നിന്ന് നിരന്തരമായി മത്സരിച്ച് ജയിച്ചു വരുന്ന ലീഗിന്റെ നേതാവാണ്. അപ്പൊ സമസ്തയോട് ലീഗിനോട് പറയാൻ പറ. കാരണം ലീഗിന്റെ തന്നെ ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ ഒരു മറ്റേ മതപരമായിട്ടുള്ള ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന സംഘടനയാണ്. പിന്നെ ഗൗതത്തോടൊരു കാര്യം പറയാം, ഇവരൊക്കെ വെറുതെ നടിക്കുന്നതാണ്. ഇപ്പൊ സമസ്തക്കൊക്കെ ശരിയാണ്, ഒരു സ്വാധീനമൊക്കെ ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. SNDPക്ക് സ്വാധീനമുണ്ട്, NSNൊക്കെ സ്വാധീനമുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആ സമുദായത്തിലെ മഹാഭൂരിപക്ഷ ആളുകൾക്കും ഇവിടെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഇവര് ഭയം ഉണ്ടാക്കുകയാണ് അവരിൽ. അല്ലാതെ ആരാണ് ഈ PM ശ്രീ കേട്ടിട്ടുള്ളത്? സത്യത്തിൽ ഇവിടെ എല്ലാം മാധ്യമപ്രവർത്തകർ ഇത് എന്നാ PM ശ്രീ കേൾക്കാൻ തുടങ്ങി. ഈ വിവാദം ഉണ്ടായപ്പോഴാണ് തുറന്നു സത്യം പറഞ്ഞ. ഇപ്പോഴും പൂർണ്ണമായിട്ട് അറിയില്ല. ഇപ്പോഴും പൂർണ്ണമായിട്ട് ഒന്നിനെ കുറിച്ച് ഇവർക്ക് അറിയില്ല. കാരണം ഇവരോടൊക്കെ 15 മിനിറ്റ് സംസാരിച്ച് നമ്മൾ അന്തം വിട്ടു പോകും. അതുകൊണ്ട് പൂർണ്ണമായിട്ടൊന്നും അറിയില്ല. അത് പോട്ടെ, കാരണം കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ ഈ നമ്മുടെ ഇവിടെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന സംഭവങ്ങളാണ്. പക്ഷെ ഇതുകൊണ്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ആർക്കാണെന്ന് വെച്ചാൽ 100% ഞാൻ പറയാം, ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത് BJPക്കാണ്, സംഘപരിവാറിനാണ്.